കോൺഫറൻസ് തിയറി എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു ചെറിയൊരു പുസ്തകമായിട്ട്, ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് അവതരിപ്പിച്ചത്. അതിനുശേഷം ആ സമയത്ത് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പല കോൺഫറൻസുകളിലും പങ്കെടുക്കുമായിരുന്നു. നാഷണൽ ലെവലിലുള്ള കോൺഫറൻസും ഇൻ്റർനാഷണൽ ലെവലിലുള്ള കോൺഫറൻസുകളിലും ഈ ഒരു കൺസെപ്റ്റ് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആത്മസംവാദ സിദ്ധാന്തം എന്ന പേരിൽ സ്വാതി എച്ച് പത്മനാഭൻ സാർ ഇതിനെ മലയാളത്തിൽ ഒരിക്കലും ഒരു ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നു. പക്ഷെ അത് ഇന്നിപ്പോൾ അതിൻ്റെ കോപ്പീസ് നമ്മൾക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ഈ വരുന്ന ദിവസങ്ങളിൽ കൊറിയറായിട്ട് ഇതിൻ്റെ മലയാള വിവർത്തനവും ഇംഗ്ലീഷ് ഒറിജിനലും കൂടെ ചേർത്ത്, എന്ന് കരുതുമ്പോൾ ഇതൊരു വലിയ ഗ്രന്ഥമായിട്ടൊന്നും കരുതരുത്. ഇത് വലിയ ചെറിയൊരു ടെസ്റ്റാണ്, ഒരു ബുക്ക്ലെറ്റാണ് ശരിക്കും. അത്രയേ ഉള്ളൂ അതിനകത്തുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇത് എന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ ഇങ്ങനെ ആകാശത്തു നിന്ന് പൊട്ടിപ്പുറപ്പെട്ട അല്ലെങ്കിൽ ഒരു വെളിപാട് പോലെ സംഭവിച്ച എന്തെങ്കിലും ഒരു അത്ഭുതകരമായ ഒരു മാജിക്കൽ സൊല്യൂഷൻ ഫോർ എവറി പ്രോബ്ലംസ് ഒന്നുമല്ല. മറിച്ച് ഇത് തന്നെ പല രൂപത്തിലും പല ഭാവത്തിലും നേരത്തെ പല ആൾക്കാരും ഡിസ്കസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പരിഹാര മാർഗമായിട്ട് പലരും പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡറാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇതിൻ്റെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രായോഗികമായിട്ട് ഇതിൽ വരുന്ന മറ്റ് സൊല്യൂഷൻസുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇത് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇതിലെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, കാരണം ഇത് ചെയ്തു വരുമ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ തിയറിയാണ്, പ്രാക്ടിക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു തിയറി എന്ന് വേണമെങ്കിൽ പറയാം. കുറെ കാര്യങ്ങളുടെ മനസ്സിലാക്കലല്ല, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു തിയറി എന്ന് പറയാം. ആദ്യം നമുക്ക് ഈ വാക്കിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാം. അതായത് നിങ്ങളൊരു പക്ഷേ ഒന്ന് ഈ വാക്കിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ എന്ന് എനിക്കറിയില്ല. സെൽഫ് കോൺഫറൻസ്. പലരും ആദ്യം ഈ പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനൊരു പുസ്തകം റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എടുത്തു ചോദിക്കും, സെൽഫ് കോൺഫിഡൻസ് ആണോ എന്ന്. സെൽഫ് കോൺഫിഡൻസ്, കാരണം സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം എന്ന അർത്ഥമുള്ള സെൽഫ് കോൺഫിഡൻസ് എന്ന വാക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താ ഈ സെൽഫ് കോൺഫറൻസ്? നിങ്ങളൊന്ന് ഗൂഗിളിലോ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, മറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വേർഡ് കാണാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഈ വേർഡ് എവിടെ നിന്നെങ്കിലും എടുത്ത ഒരു വേർഡല്ല. സെൽഫായിട്ട് എങ്ങനെ കോൺഫറൻസ് ചെയ്യുക? കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു സമ്മേളനമാണ്. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന മലയാള വിവർത്തനത്തിന്റെ പേര് സ്വയം സമ്മേളനം എന്നാണ്. സ്വയം സമ്മേളനം. അപ്പൊ എങ്ങനെ ഒരാൾ ഒറ്റയ്ക്ക് ഒരു കോൺഫറൻസ് നടത്തുക? ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒരാൾ ഒരു സമ്മേളനം നടത്തുക? അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വേർഡ് ഒരു അബ്സേർഡ് വേർഡായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു അബ്നോർമൽ, ഒരു അബ്സേർഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് സെൽഫ് കോൺഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു പരിധിവരെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു സെൽഫ് കോൺഫറൻസ് എന്ന വേർഡ് കണ്ടുപിടിച്ചതും. കാരണം നമ്മൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങളിൽ കൂടുതൽ പേരും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അത് ചിലപ്പോൾ നിങ്ങളിൽ തന്നെ പലരും ചെറുതിലെ തനിയെ സംസാരിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കാം. തനിയെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്, എന്നുവെച്ചാൽ മറ്റുള്ളവർ കേൾക്കാതിരിക്കണമെന്നില്ല, പക്ഷെ തനിയെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ശരിയായില്ല, നാരായണൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ തനിയെ പറയുന്ന ആളുകളുണ്ട് അല്ലേ? അതുപോലെ സെൽഫ് ടോക്ക് ചെയ്യുന്ന വ്യക്തികൾ, സ്വയം സംസാരിക്കുന്ന വ്യക്തികൾ. അപ്പോൾ സെൽഫ് ടോക്ക്, ഒരിക്കൽ എനിക്കൊരു ഒരു ഫോൺ കോൾ വന്നു. എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് നിന്നാണെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടി, ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ആ കുട്ടി വിളിച്ചിട്ട് ഇതുപോലെ സെൽഫ് ടോക്ക് ഒരു വലിയ പ്രശ്നമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു,
എവിടെ എവിടെ വെച്ചാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെ സെൽഫ് ടോക്ക് നടത്തുന്നത്? അല്ല, റൂമൊക്കെ അടച്ചിട്ടിട്ട്. കാരണം അതൊരു വലിയ റിലീസിങ് ആയിട്ടാണ് കുട്ടിക്ക് തോന്നുന്നത്. അപ്പോൾ കുട്ടിയുടെ സംശയം ഇതാണ്, ഇത് വല്ല സൈക്കോളജിക്കൽ ഇഷ്യൂ വല്ലതാണോ? അതാണ് കുട്ടിയുടെ ഒരു സംശയം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ സൊല്യൂഷന് വേണ്ടി വിളിച്ച ആൾക്കും അതേ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ട്. എനിക്ക് പ്രോബ്ലം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കും പ്രോബ്ലം ഇല്ല. ബിക്കോസ് ഇതൊരു റിലീസിങ് ആണ്. നമ്മുടെ ഈ സ്വയം സംസാരം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു റിലീസിങ് ആണ്. അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വയം മറന്നുള്ള സംഭാഷണമായിട്ട് മാറുമ്പോൾ മാത്രമാണ് അതൊരു പ്രോബ്ലം ആവുന്നത്. അങ്ങനത്തെ ചില കേസസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിനകത്ത് വെച്ച് സ്വയം ആ ഒരു സിറ്റുവേഷൻ മറന്ന് സ്വയം സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കലായിട്ടുള്ള മൈൻഡിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ തോട്ട്സ് പുറത്തേക്ക് തള്ളി വരുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ദാറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അല്ലാത്തിടത്തോളം കാലം സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് തികച്ചും ഒരു അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് തികച്ചും ഒരു നമുക്ക് നമ്മുടെ ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുമ്പോഴൊക്കെ അതിനെ റിലീസ് ചെയ്യുവാനുള്ള ഒരു മാർഗമാണ് സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ സെൽഫ് കോൺഫിഡൻസ്? അപ്പൊ ശരിക്കും ആ ഒരു സെൽഫ് ടോക്ക് എന്ന് പറയുന്ന എക്സ്പീരിയൻസിൽ നിന്നാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതുവാനുള്ള ഒരു പ്രചോദനമായി മാറിയത്. കാരണം നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും 2-3 രീതിയിലാണ് സെൽഫ് ടോക്ക് ചെയ്യുന്നത്. when there is a problem, ആ പ്രോബ്ലത്തെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നമുക്ക് സെൽഫ് ടോക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ വരുന്ന ഒരു വലിയ തെറ്റ് എന്താണ്, ഈ സെൽഫ് കോൺഫിഡൻസ് തിയറിയും സെൽഫ് ടോക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എമോഷണൽ സിറ്റുവേഷൻ ഫേസ് ചെയ്തു, ഫാമിലിയിൽ ഒരു പ്രോബ്ലം ഉണ്ടായി, നിങ്ങൾ ഒരു ടെൻസ്ഡായി, മൊത്തത്തിൽ ടെൻസ്ഡായി അല്ലെങ്കിൽ ആൻഷ്യസ് ആയി, പലരും പറഞ്ഞ ആ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചു. അതിൻ്റെ എല്ലാം പാർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ വിഡ്രോ ചെയ്ത് നിങ്ങളുടെ റൂമിലേക്ക് പോയി. റൂം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അതിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു സെൽഫ് ടോക്ക് നടത്തുന്നു. ആ സെൽഫ് ടോക്കിനകത്ത് വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇമോഷണലി നമ്മൾ വൾണറബിൾ ആയ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു ടോക്ക് ഒരിക്കലും യൂസ്ഫുള്ളോ പോസിറ്റീവോ ആയിരിക്കില്ല. നമുക്ക് കുറച്ച് എമോഷണലി നമ്മൾ റിലീസ്ഡ് ആകുമായിരിക്കും, ബട്ട് അതിനപ്പുറം അതിൽ നിന്ന് പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ടോ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള സൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ മുന്നോട്ട് നയിക്കുന്ന പ്രോഗ്രസീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഔട്ട്പുട്ടോ നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല. സെൽഫ് കോൺഫിഡൻസിൽ അതല്ല. സെൽഫ് കോൺഫിഡൻസ് നമ്മൾ കോൺഷ്യസ് ആയിട്ടാണ് ചെയ്യുന്നത്. സെൽഫ് ടോക്ക് നമ്മളൊരു എമോഷണൽ സിറ്റുവേഷനിൽ ഒരു സെൽഫ് ടോക്ക് നടത്തുമ്പോൾ അത് തികച്ചും കോൺഷ്യസ് അല്ല. ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തതിൽ ഒരു രണ്ട് സിസ്റ്റേഴ്സ് തമ്മിലുള്ള റൈവൽറി, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ശത്രുത, സിബ്ലിങ്സ് റൈവൽറി എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെ ഒരു ശത്രുത. അപ്പോൾ ആ മൂത്തയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് സൈസും എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ നന്നായിട്ട് വേർഡ് പവർ ഉള്ള ഒരു കുട്ടിയാണ്. രണ്ടാമത്തെ കുട്ടി ഒരു ഷൈ നാച്ചുറുള്ള, അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലാത്ത, ഇന്റലക്ച്വലി മറ്റതുപോലെ അത്രയും പവർഫുൾ അല്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ഈ സെക്കൻഡ് ചൈൽഡിനാണ് കംപ്ലൈൻറ്റ്, ചേച്ചി എന്നെ എപ്പോഴും മെന്റലി ഹരാസ് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, എന്തായാലും പിന്നെ കുട്ടിക്ക് എന്തായാലും എൽഡർ സിസ്റ്ററിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. സോ നമ്മൾ സാധാരണ സൈക്കോളജി എന്ന് പറയുന്നത് സിമ്പിൾ തിങ്. പക്ഷെ ആ കുട്ടി അത് പ്രായോഗികമായിട്ട്, ഇതൊരു 10th പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഒരു പില്ലോ എടുക്കുക, ചേച്ചിയുടെ പേരിടുക, അങ്ങ് ഇടിക്കുക, ദേഷ്യം തീരുന്നത് വരെ നന്നായിട്ട് ഇടി കൊടുക്കുക. അതുപോലുള്ളൊരു റിസൾട്ടാണ് പലപ്പോഴും സെൽഫ് ടോക്കിൽ കിട്ടുന്നത്. ആ സമയത്തുള്ള നമ്മളൊരു എമോഷണലി ഒന്ന് റിലീസ്ഡ് ആവുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ സെൽഫ് കോൺഫിഡൻസ് അങ്ങനെയല്ല. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട്, സ്റ്റേബിളായിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ ഡിഫൈൻ ചെയ്ത് നമുക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ, ദിസ് ഈസ് മൈ പേഴ്സണാലിറ്റി, ഇതിന് ഇങ്ങനെ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്, ഇങ്ങനെ ചില സ്ട്രെങ്തൻ ഏരിയാസ് ഉണ്ട്, ഇങ്ങനെ ചില വീക്ക് ഏരിയാസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഒരു തരംതിരിവ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. നിങ്ങൾ ആ സൂക്ഷ്മതയിൽ തെറ്റിപ്പോയാൽ സെൽഫ് കോൺഫിഡൻസ് തിയറി പരാജയപ്പെടും. അതിന് ഈ
ഈ പുസ്തകത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്. അതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വേർഡ്.